ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയധികം EVs ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയധികം EV മോഡൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ പുറകോട്ട് വലിക്കുന്നുണ്ട് EV എടുക്കുന്നതിൽ നിന്ന്. കൂടുതലും ഐസ് വണ്ടികൾ തന്നെ, അതായത് നോർമൽ പെട്രോൾ ഡീസൽ കാറുകളാണ് കൂടുതൽ ഇപ്പോഴും മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അതിന് മെയിൻലി നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വലിയ പ്രോബ്ലംസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറേയധികം ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് കുറച്ചൊക്കെ പ്രോബ്ലംസ് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കളമശ്ശേരിയിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ചാർജർ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് സബ്സിഡി ഒക്കെ ഉണ്ട് കേട്ടോ, ഓഫ് കോഴ്സ്. പക്ഷേ അതിലിപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 4 മാസം മുമ്പ് വരെ നമ്മൾ വരുന്നതിൻ്റെ അകത്തൊരു പകുതി സമയത്തും ആ സാധനം ഓണാവത്തില്ല. ഒന്നെങ്കിൽ ചാർജർ ഡിറ്റക്ട് ചെയ്യത്തില്ല, ഒന്നെങ്കിൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചായിരിക്കും, അല്ലെങ്കിൽ അവിടെ കറണ്ട് കാണത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരാറുണ്ട്. ഇപ്പം അവിടെ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ അവർ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട് ഐഫോണിൻ്റെ അകത്തുള്ള ആപ്പില്ല. ഐഫോൺ ഉള്ളവർക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതായത് ആൻഡ്രോയിഡ് ആൾക്കാർക്ക് മാത്രമേ ചാർജ് ചെയ്യത്തുള്ളൂ, ഐഫോണിൻ്റെ അകത്ത് ചാർജ് ചെയ്യത്തില്ലെന്നൊരു സിനാരിയോ വന്നിട്ടുണ്ട്. അതായത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി അതിനെ ഒന്ന് റിലേ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വളരെയധികം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ തന്നിരിക്കുന്ന ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ ആ ഒരു ചാർജർ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളത് കണ്ട നമ്മുടെ മൈൻഡയുടെ B6 ആണ്. അപ്പോൾ ഈ B6ൻ്റെ ചാർജർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ചാർജറിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തന്നെ പറ, മേ ബി മോസ്റ്റ് പ്രോബ്ലി അതായിരിക്കും ഇപ്പോൾ ഈ വലിയൊരു പ്രോബ്ലത്തിൻ്റെ റീസൺ, അല്ലെങ്കിൽ EV അഡാപ്റ്റേഷനൊക്കെ കുറഞ്ഞു പോകുന്നത്. എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ B6ൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു ചാർജർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. മാക്സിമം പോയതാണ്ട് അവിടെ തൊട്ട് ഇവിടം വരെ നീട്ടിയെടുക്കാനുള്ള ലെങ്ത്ത് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പല വണ്ടികൾക്കും ഇത്ര പോലും ലെങ്ത്ത് വരാറില്ല, പലതിനും വളരെയധികം ലെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലാണ് താമസിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വണ്ടർ കറണ്ടിൻ്റെ W3 Ultra എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറയുന്ന വണ്ടർ കറണ്ടിൻ്റെ W3 Ultra എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇത് ശരിക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ ഏകദേശം 25 മീറ്ററോളം താണ്ടെ ഇതിന് ലെങ്ത്ത് വരുന്നുണ്ട്. ഈ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് നമ്മുടെ വീട് പണിത സമയത്ത് മോസ്റ്റ്ലി, ഇപ്പോൾ പുതിയ വീടല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം റീസെൻ്റായിട്ട് പണിത വീടല്ലെന്നുണ്ടെങ്കിൽ അന്നൊന്നും ഈ EV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ മറ്റേ മോട്ടറിനും ഫാനിനും ഒക്കെ വെക്കുന്ന പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മോട്ടറിനും മിക്സിക്കും ഒക്കെ വെക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ EVക്കുള്ള പോയിൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സാധനം നമ്മൾ പ്ലഗ് കുത്തണമെങ്കിൽ തന്നെ അതൊരു പവർ പ്ലഗ് വേണം. 15 ആമ്പയർ പവർ പ്ലഗ് മതി. പക്ഷേ അത് നമ്മൾ മോസ്റ്റ് പ്രോബ്ലി അങ്ങ് അകത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ചാർജർ എത്താനുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സിൽ ഈ കമ്പനി തരുന്ന ചാർജർ വെക്കാനുള്ള പെർമിഷൻ കിട്ടണമെന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ചാർജർ കണ്ട് നമുക്ക് വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത്, ഇത് 25 മീറ്ററോളം വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രൊട്ടക്ഷനോടെ വരുന്നുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ പോളിക്യാബിൻ്റെ ഒരു ഹെവി ഡ്യൂട്ടി മെറ്റീരിയലാണ് വരുന്നത്. 4 സ്ക്വയർ mm സൈസും 3 കോർ പ്യുവർ കോപ്പർ കേബിൾസ് ആണ് ഇവൻ വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്, ഹീറ്റ് റെസിസ്റ്റൻറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഈ പ്രൊഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഇതിലും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ, നമ്മുടെ വീട്ടിലൊക്കെ പഴയ വയറിംഗ് ആവാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. പഴയ വയറിംഗ് ആകുമ്പോൾ തന്നെ അവിടെ ചിലപ്പം അടിച്ചു പോകാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓവർ കറണ്ട് വരാനോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാനൊക്കെയുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്ന് നമ്മുടെ EVയുടെ മെയിൻ സാധനങ്ങളൊന്നും അടിച്ചു പോരുതല്ലോ, അതിനുള്ളൊരു പ്രൊട്ടക്ഷനും ദാണ്ട ഇവൻ തരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 6-in-1 എനർജി മീറ്ററാണ്. ഇതിൻ്റെ നമ്മുടെ വോൾട്ടേജും കറണ്ടും പവറും യൂണിറ്റും ഫ്രീക്വൻസിയും പവർ ഫാക്ടറും ഒക്കെ റിയൽ ടൈമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ടൈമിൽ ഇത് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേറെ ആരുടെ എടുത്തെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സാധനം കുത്തി ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയായി, എത്ര യൂണിറ്റ് എടുത്തു എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അറിയാം. അവർക്ക് എന്തെങ്കിലും എമൗണ്ട് വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിത് പറഞ്ഞ പോലെ ഇതൊരു RCBO ആണ്. അതായത് RCCBയും MCBയുടെയും കൂടെ പ്രൊട്ടക്ഷൻ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിലോ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിലോ, ഓവർലോഡ് ഉണ്ടെങ്കിലോ, അതർ ഇലക്ട്രിക്കൽ ഫോൾട്ട് ഉണ്ടെങ്കിലോ ഇവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കൊടുത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വയറിംഗ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എർത്തിങ് മോശമായിരിക്കും. എർത്തിങ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് കംപ്ലയിൻറ്റ്സ് വരാനുള്ള വലിയ പ്രോബിലിറ്റി ഉണ്ട്. അതിനുള്ളൊരു സൊല്യൂഷൻ ഇവർ തന്നിട്ടുണ്ട്. പ്രോപ്പർ എർത്തിങ്ങിന് വേണ്ടിയിട്ട് ഒരു 6 mmൻ്റെ ഒരു പ്യുവർ കോപ്പർ റോഡാണ് ഇവർ തന്നിരിക്കുന്ന ഒരു എർത്തിങ് റോഡ്. അത് നമ്മൾ നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും ചെറിയൊരു എർത്ത് ബിറ്റ് പോലുള്ളിടത്ത് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഏകദേശം 99.99% പ്യുവർ കോപ്പറാണ്. ഇത് കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്ത് എർത്തിങ് പ്രോപ്പർ ആക്കിക്കോളും. അതിൻ്റെ കൂടുതൽ നമുക്ക് കണ്ടൊരു 5 മീറ്ററിലേക്കുള്ളൊരു പ്രീമിയം സിലിക്കൺ എർത്തിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട്
EV ചാർജറിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും വേണ്ട നമ്മുടെ എർത്തിങ്ങും എന്താവും പ്രോപ്പറായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ എർത്തിങ് മോശമാണെന്നുണ്ടെങ്കിൽ ഈ പച്ച ലൈറ്റ് ഡിം ആവുമോ അല്ലെങ്കിൽ ഓഫ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ കടുത്തേക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള എർത്തിങ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ചാർജർ എടുത്തിട്ട് നമ്മുടെ B6ലേക്ക് കുത്തുകയാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ഒരു നോർമൽ ചാർജർ. അപ്പോൾ അത് കുത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവൻ പ്രോപ്പറായിട്ട് ചാർജ് കയറുന്നുണ്ട്. നമുക്ക് എന്നാൽ അകത്തോടെ കയറി ഇരുന്നിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു AC ചാർജിങ് അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന മാത്രമല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ ഇവൻ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് എത്ര വോൾട്ടേജാണ് ഇപ്പം, എത്ര ആംബിയർ എടുത്തു, പവർ ഫാക്ടർ എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, എത്ര യൂണിറ്റ് എടുത്തു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇത് ശരിക്കും ഒരു അടിപൊളി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്യുന്ന പ്ലഗ് എന്ന് പറയുന്നത് മറ്റേ നോറിസിയസിൻ്റെ പ്രീമിയം പ്ലഗ്ഗാണ് വരുന്നത്. പിന്നെ നമ്മുടെ വിപ്രോയുടെ ഹെവി ഡ്യൂട്ടി സോക്കറ്റ്, നോർത്ത് വെസ്റ്റ് വേ വിപ്രോ എന്ന് പറയുന്ന ഒരു ഹെവി ഡ്യൂട്ടി സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇവരിത് ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൊല്ലത്തെ വാറണ്ടി കിട്ടും. ഇനി അതല്ല ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഡോർ സ്റ്റെപ്പ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അവർ ഡോർ സ്റ്റെപ്പിൽ വന്ന് എടുത്തുകൊണ്ട് പോയി വാറണ്ടിയിൽ അതിൻ്റെ പ്രോസസ്സും എല്ലാം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ തിരിച്ചു തരുകയും ചെയ്യും. പിന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ ശരിക്കും ഒരു മൊത്തത്തിലൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഇതെന്നുള്ള പറയാൻ പറ്റും. അപ്പോൾ EV ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഇത് കൺസിഡർ ചെയ്യുക. കാരണം ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവർ.